കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. ചില സന്തോഷങ്ങൾ അങ്ങനെയാണ്. കാരണമോ ഉറവിടമോ അറിയാതെ എങ്ങോ നിന്നോ ഒരു തണുത്ത തൂവൽ സ്പർശം പോലെ പറന്നു വരും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലെ ഉന്മേഷമായി, ഉത്സാഹമായി അതങ്ങനെ നിലകൊള്ളും. അതിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്, ബാഹ്യ സാഹചര്യങ്ങളിലോ ആളുകളിലോ അല്ല, യഥാർത്ഥ സന്തോഷം കൂടിക്കൊള്ളുന്നത് നമ്മുടെ ഉള്ളിലാണ്. സ്വയം തിരിച്ചറിയുമ്പോഴും ചെറിയ കാര്യങ്ങൾ സംതൃപ്തി കണ്ടെത്താൻ പഠിക്കുമ്പോഴും ആ സന്തോഷം പൂർണ്ണമാകുന്നു. എന്തായാലും സന്തോഷമുള്ള മനസ്സുകളിൽ നിന്നേ മഹത് കാര്യങ്ങൾ ബഹിർഗമിക്കൂ. അതിനാൽ നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾ സ്വയം കണ്ടെത്തി എന്നും സന്തോഷമുള്ളവരായിരിക്കാം. ഇന്ന് 2026 ജൂൺ 14 ഞായറാഴ്ച. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ പ്രിയോർ. ഞാൻ ദിയ ആൻഡ് മധു. ഞാൻ ആൻ മരിയ ഫ്രം 9E signing into Radio Prior along with our pretty Raki Miss. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ശൈശവത്തെയും വിദ്യാഭ്യാസത്തെയും നിഷേധിച്ച് കുട്ടികളുടെ മാനസികവും ശാരീരികവും സാമൂഹികവും ധാർമ്മികവുമായ വളർച്ചയ്ക്ക് ദോഷകരവും അപകടകരവുമായ വിധത്തിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ജോലിയാണ് ബാലവേല. ഇന്ത്യയിൽ ഇത് നിഷേധിക്കപ്പെട്ടതാണെങ്കിലും പലരും ഇതേക്കുറിച്ച് ബോധവാന്മാരല്ല. കേൾക്കാം കൊല്ലം ജില്ലാ ജഡ്ജി മോഹൻ ജോർജിന്റെ വാക്കുകൾ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ നിങ്ങളോട് ബാലവേലയെക്കുറിച്ച് സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെപ്പോലുള്ള കുട്ടികളുടെ സ്ഥാനം ജോലി സ്ഥലങ്ങളിലല്ല, സ്കൂളുകളിലും കളിസ്ഥലങ്ങളിലുമാണ്. പഠിക്കാനും കളിക്കാനും സ്വപ്നങ്ങൾ കാണാനുമുള്ള അവസരം ഓരോ കുട്ടിക്കും ലഭിക്കണം. എന്നാൽ ചില കുട്ടികൾക്ക് കുടുംബ സാഹചര്യങ്ങൾ കാരണം ചെറുപ്രായത്തിൽ തന്നെ ജോലി ചെയ്യേണ്ടി വരുന്നു. അത് അവരുടെ വിദ്യാഭ്യാസത്തെയും ആരോഗ്യത്തെയും എന്തിന് ഭാവിയെയും തന്നെ ബാധിക്കുന്നു. അതുകൊണ്ടാണ് ബാലവേല നിയമപരമായി നിരോധിച്ചിരിക്കുന്നത്. ഒരു കുട്ടി സ്കൂളിൽ പോകാതെ ജോലി ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ മുതിർന്നവരുടെ സഹായത്തോടെ ബന്ധപ്പെട്ട അധികാരികളെ നിങ്ങൾക്ക് അറിയിക്കാം. ഓരോ കുട്ടിക്കും സന്തോഷകരമായ ബാല്യവും നല്ല വിദ്യാഭ്യാസവും ലഭിക്കുന്ന ഒരു സമൂഹം സൃഷ്ടിക്കാൻ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാം. നന്ദി, നമസ്കാരം. ശിക്കാരി ശംഭു എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീ സന്തോഷ് വർമ്മ രചിച്ച് ശ്രീ ശ്രീജിത്ത് ഇടവന സംഗീതം പകർന്ന് ശ്രീ ദീപക് ആലപിച്ച ഒരു സുന്ദരഗാനം കേൾക്കാം ആൻ മരിയുടെ ശബ്ദത്തിൽ. താരം പതിപ്പിച്ച കൂടാരം, രാവിൽ നിലാവിൻ്റെ പൂരം, ചോലകളും കുയിലാടും പാടും താഴ്വാരം, എല്ലാം നമുക്കിന്ന് സ്വന്തം. മേഘം കണ്ട് കാറ്റും കൊണ്ട് നേരറിഞ്ഞ നീ വളര്, നിൻ വഴിയേ രാപ്പകലേ കാവലുണ്ടേ എൻ്റെ കണ്ണിൽ.
ആരാരിരാരോ ഏതാനി തനന്താനേ തന്താനേ ആരോ ആരാരിരാരോ വാനം പോലെ ഒരു 100 കൈ നീട്ടി മാറിൽ ചേർക്കാം നിറതിങ്കളായി ഏതോ ഒരു വിധിയായി മുന്നിൽ നിഴൽ മോടിയായി അകലെ നീ പോയാലും നിഴലാവാം ഞാൻ വരുവോളം വഴിയോരം തിരിയാവാം ഞാൻ താനെ തനന്താനെ തന്താനേ ആരോ ആരാരിരാരോ ഏതാനെ തനന്താനെ തന്താനേ ആരോ ആരാരിരാരോ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. മനസ്സിന് ഏകാഗ്രതയും ഉന്മേഷവും നൽകുന്നതിനോടൊപ്പം അറിവിൻ്റെ പുതിയ ലോകം തുറന്നു തരുന്ന ഏറ്റവും മികച്ച ശീലമാണ് വായന. ചിന്താശേഷിയും സർഗാത്മകതയും വളർത്തി ജീവിതത്തെ കൂടുതൽ അർത്ഥവത്താക്കാനും ഈ വായന നമ്മെ സഹായിക്കുന്നുണ്ട്. വായനയിൽ നിന്നും വഴിമാറി നടക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ഇത് കേൾക്കണം. വായനാ ദിന സന്ദേശം നൽകുന്നത് നമ്മുടെ പ്രിയങ്കരിയായ പൂർവ്വ അധ്യാപിക ശ്രീമതി നൂജ ടീച്ചർ. ഏവർക്കും നമസ്കാരം. ജൂൺ 19 ഇന്ന് വായനാ ദിനം. TN പണിക്കരുടെ അഥവാ പുതുവായിൽ നാരായണ പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള ഗ്രാമാന്തരങ്ങളിലൂടെ നെടുകയും കുറുകയും സഞ്ചരിച്ച് അദ്ദേഹം ഗ്രന്ഥശാലകൾ പടുത്തുയർത്തി. വായനയിലൂടെ അറിവിന്റെ പുതുവെളിച്ചം സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സിലേക്ക് പകരുവാൻ പണിക്കർക്ക് കഴിഞ്ഞു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. അറിവ് നേടുന്നതോടൊപ്പം നല്ലൊരു മാനസിക വ്യായാമം കൂടിയാണ് വായന. വായനയിലൂടെ ഒരു വ്യക്തിയുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഏകാഗ്രതയും പദസമ്പത്തും വർദ്ധിപ്പിക്കുവാൻ കഴിയും. എന്നാൽ നല്ല ചങ്ങാതികളെ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ നല്ല പുസ്തകങ്ങളെയും നാം തിരഞ്ഞെടുക്കണം. ഇന്ന് ഡിജിറ്റൽ യുഗത്തിൽ ഈ വായനയിൽ എത്തി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എങ്കിലും നമ്മുടെ വിദ്യാലയങ്ങളിലെയും മറ്റും ഗ്രന്ഥശാലയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്നത് ഒരു ശീലമാക്കണം. ഇന്ന് പത്രം വായിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. എല്ലാവരും വർത്തമാന പത്രം നിർബന്ധമായും വായിക്കണം. നാട്ടിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക വാർത്തകൾ അറിയണം. പൗരബോധമുള്ള, പ്രതികരണ ശേഷിയുള്ള ഒരു തലമുറ വളർന്നു വരണം. കേവലം ഒരു വായനാ ദിനത്തിലോ വായനാ വാരത്തിലോ നമ്മുടെ വായനയെ ഒതുക്കി നിർത്തരുത്. വായനയിലൂടെ ഭാവനയുടെ വിശാലമായ ലോകത്തേക്ക് ചിറകു വിടർത്തി പറന്നുയരുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ലിഖിത രൂപങ്ങളില്ലാതെ പാട്ടുകാരുടെ ഓർമ്മകളിലൂടെയും കൂട്ടായ്മകളിലൂടെയും ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടവയാണ് നാടൻ പാട്ടുകൾ. കാലക്രമത്തിൽ ഭാവനയ്ക്കനുസരിച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. എന്നാലും തനത് ഈണങ്ങൾ കൊണ്ടും ചടുതല കൊണ്ടും സുന്ദരമാണിവ. കേൾക്കാം ഒരു നാടൻ പാട്ട്. ആലപിക്കുന്നത് അഭിനന്ദ ആൻഡ് ടീം. പടക്കളം തന്നിൽ ഒരു മഹാവിരുദ്ധൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, മഷിയവനേറെയുണ്ടല്ലോ, മിഷ ബഹുകേമമാണല്ല. അല്ല മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതൃകത്താതെ, മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതൃകത്താതെ. അങ്ങിനെയല്ലേ അമ്പാടിയിൽ നീ വളർന്നില്ലേ, വളർന്നു കേമനായില്ലേ, ബിരുദൻ യോഗ്യനായില്ലേ, എങ്കിലും വെണ്ണ കക്കലും ചേല കക്കലും നിൻ തൊഴിലേ താതൃകത്താതെ, വെണ്ണ കക്കലും ചേല കക്കലും നിൻ തൊഴിലേ താതൃകത്താതെ. പടക്കളം തന്നിൽ ഒരു മഹാവിരുദ്ധൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, മഷിയവനേറെയുണ്ടല്ലോ, മിഷ ബഹുകേമമാണല്ല. അല്ല മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതൃകത്താതെ, മാറി മാറി വന്നു നിന്നതും കൃഷ്ണ
കൃഷ്ണനല്ലേ താതൃകത്താതി. കൃഷ്ണ നീ എവിടെ, നീയൊരു സൂത്രം കാട്ടിയില്ലേ, നിന്നെ അവർ തല്ലി വിട്ടില്ലേ, നിനക്കേറെ കോപം വന്നില്ലേ, അമ്മാവനെ നീ വധിച്ചില്ലേ. എങ്കിലും ആര് ചെയ്യും കൃഷ്ണ ഇങ്ങനെ ഭ്രാന്തനെ പോൽ താതൃകത്താതെ, ആര് ചെയ്യും കൃഷ്ണ ഇങ്ങനെ ഭ്രാന്തനെ പോൽ താതൃകത്താതെ. ഊനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. പേനയും പുസ്തകവും പിടിക്കേണ്ട കൈകളിൽ പണിയായുധങ്ങൾ ഏന്തു നടക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ടോ? അവരുടെ നിശബ്ദ തേങ്ങലുകൾ കേട്ടിട്ടുണ്ടോ? പ്രതിധ്വനിക്കുന്ന കുഞ്ഞിക്കരച്ചിലുകളുടെ അലയടികളുമായി ഒരു കൊച്ചു കഥയുമായി എത്തുന്നു ദിയ ആൻഡ് മധു. ഒരു ചെറിയ ഗ്രാമത്തിൽ അമ്മയോടൊപ്പം താമസിച്ചിരുന്ന 10 വയസ്സുകാരനായ അപ്പുവിൻ്റെ കഥയാണിത്. അച്ഛൻ നേരത്തെ തന്നെ മരിച്ചു പോയതിനാൽ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറ്റാൻ അപ്പുവിന് പഠനം ഉപേക്ഷിച്ച് ഒരു ചെറിയ ചായക്കടയിൽ ജോലിക്ക് പോകേണ്ടി വന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ കടയിൽ അവൻ പാത്രങ്ങൾ കഴുകുകയും ചായ ഗ്ലാസുകൾ എടുത്തു കൊടുക്കുകയും ചെയ്തു. സ്കൂളിൽ പോകുന്ന മറ്റു കുട്ടികളെ കാണുമ്പോൾ അപ്പുവിൻ്റെ കണ്ണുകൾ നിറയുമായിരുന്നു. അവനും അക്ഷരങ്ങൾ പഠിക്കാനും അവൻ്റേതായ ലോകത്ത് കളിച്ചു നടക്കാനും ആഗ്രഹിച്ചു. എന്നാൽ കഠിനമായ ജോലിയും മുതലാളിയുടെ വഴക്കുകളും അവൻ്റെ ബാല്യത്തെ പതിയെ ഇല്ലാതാക്കി. ഒരു ദിവസം ആ കടയിൽ വന്ന ഒരു സ്കൂൾ അധ്യാപകൻ അപ്പുവിൻ്റെ അവസ്ഥ കണ്ടു. അദ്ദേഹം അപ്പുവിനോടും അമ്മയോടും സംസാരിക്കുകയും കുട്ടികളെ ജോലിക്ക് നിർത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് കടയുടമയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. തുടർന്ന് ആ അധ്യാപകൻ്റെയും സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെ അപ്പു വീണ്ടും സ്കൂളിൽ ചേർന്നു. തൻ്റെ നഷ്ടപ്പെട്ട ബാല്യം തിരികെ പിടിച്ച അപ്പു നന്നായി പഠിച്ച് ഒടുവിൽ ഒരു അധ്യാപകനായി തീർന്നു. അപ്പുവിനെ പോലെ നിരവധി കുട്ടികൾ ഇന്നും ചൂഷണങ്ങൾക്കിരയാകുന്നുണ്ട്. കളിക്കേണ്ട പ്രായത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്നത് കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ തടസ്സപ്പെടുന്നു. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി എല്ലാ വർഷവും ജൂൺ 12-ാം തീയതി അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. കുട്ടികൾ തൊഴിലെടുക്കേണ്ടവരല്ല, മറിച്ച് നാളെയുടെ വാഗ്ദാനങ്ങളാണ്. വിദ്യാഭ്യാസം അവരുടെ അവകാശമാണ്. നന്ദി. നാം എപ്പോഴോ വായിച്ചെടുത്ത അക്ഷരങ്ങളല്ലേ ഇന്ന് മനോഹരമായ വാക്കുകളായത്. ഒരു വായനാദിന കവിത കേട്ടാലോ? ചൊല്ലുന്നത് ആൽഡ്രീന. അക്ഷരനിധിയിൽ നിന്നും നാം അറിവിൻ മുത്തുകൾ വാരേണം. പുസ്തകമെന്നൊരു ചങ്ങാതി, ഉത്തമനായൊരു വഴികാട്ടി. പുസ്തകമെന്നൊരു ചങ്ങാതി, ഉത്തമനായൊരു വഴികാട്ടി. അറിയുക നമ്മൾ ലോകത്തെ വായന എന്നൊരു കർമ്മത്താൽ. വായിച്ചങ്ങനെ വളരേണം, നേടണമെന്നും വിജ്ഞാനം. വായിച്ചങ്ങനെ വളരേണം, നേടണമെന്നും വിജ്ഞാനം. ജ്ഞാനത്തിൽ പ്രഭ വിതറേണം, അജ്ഞതയെന്നും വെടിയേണം. പുസ്തകവായന ശീലത്താൽ അറിവിൻ ശോഭ പരക്കട്ടെ. പുസ്തകവായന ശീലത്താൽ അറിവിൻ ശോഭ പരക്കട്ടെ. അറിവിൻ ശോഭ പരക്കട്ടെ. അറിവിൻ ശോഭ പരക്കട്ടെ. ഊനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. സ്കൂൾ വാർത്തകൾ വായിക്കുന്നത് 9E നിന്നും യോഹാൻ കുര്യാക്കോസ്. സെൻറ്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ നല്ല പാഠം പ്രവർത്തനങ്ങളുടെയും ഭാഗമായി കോട്ടുകള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ VH ജമാൽ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. വിവിധ ഇനത്തിൽപ്പെട്ട മാവിൻ തൈകൾ ആണ് നട്ടത്. ഇഷ്ടപ്പെട്ടി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. മലയാള മനോരമ നല്ല പാഠം പദ്ധതിയുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഇഷ്ടപ്പെട്ടി പദ്ധതിക്ക് സെൻറ്റ് ഫിലോമിനാസ് സ്കൂളിൽ തുടക്കം കുറിച്ചു. കൂട്ടുകാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സാധനങ്ങൾ പേന, പുസ്തകം, പെൻസിൽ, ബാഗ്, കുട, വസ്ത്രങ്ങൾ മുതലായവ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വിദ്യാലയത്തിൽ വച്ചിരിക്കുന്ന ഇഷ്ടപ്പെട്ടിയിൽ നിക്ഷേപിക്കുന്ന പദ്ധതിയാണിത്. അർഹരായ കുട്ടികൾക്ക് ഇത് വിദ്യാലയത്തിൽ നിന്ന് കൈമാറും. കേരള സർക്കാർ ഈ വർഷം ലഹരിക്കെതിരെ നടപ്പിലാക്കിയ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ സ്കൂൾ തല പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. വരാപ്പുഴ SHO സുധീഷ് കുമാർ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. കാലം ഒഴുകുകയാണ്.
ആരെയും കാത്തു നിൽക്കാതെ, ആരോടും പരിഭവം പറയാതെ ഒപ്പം നമ്മളും ഒഴുകിയേ തീരൂ. തീരം തേടി അലയുന്ന കാറ്റുപോലെയോ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര പോലെയോ ഇനിയും ഒരു എപ്പിസോഡുമായി റേഡിയോ പ്രിയോർ അടുത്ത ആഴ്ച വീണ്ടും വരും. ടിൽ ദെൻ, ബൈ ഫ്രം രാഖി മിസ് ആൻഡ് ഹെർ സ്റ്റുഡൻസ്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ